പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ലാബ് 10 +1 ലാബ് 10 ആക്ടിവിറ്റി 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പാരാബോള എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ്. സർക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പാരാബോളയും 3 രൂപത്തിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. ഒന്ന്, ഈ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് സർക്കിളിൻ്റെ ടൂളിൽ തന്നെ നമുക്ക് പാരാബോള, എലിപ്സിൻ്റെ, ഹൈപ്പർബോള, പാരാബോളയിൽ ടൂൾ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ ഇൻപുട്ടുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും നമുക്ക് പാരാബോളകൾ കണ്ടെത്താം. ആദ്യം നമ്മൾ ഈ പാരാബോള എങ്ങനെ കണ്ടെത്താൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു പോയിൻ്റ് വേണം. ഒരു പോയിൻ്റ് ആവശ്യമാണ്. ഞാനൊരു പോയിൻ്റ് എടുക്കുന്നത് 2 എന്ന പോയിൻ്റ് എടുക്കുന്നത് 20 എക്സ് ആക്സിലെ 20 എന്ന പോയിൻറ്റും ഡയറക്ട്രിക്സ് ആയിട്ട് വരിക നമുക്കറിയാം. ഇത് ഫോക്കസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ലൈൻ ഇത് പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അതായത് എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന ഒരു ലൈൻ, എക്സ് ഈക്വൽ ടു -2 ഈ ലൈൻ. ഈ രണ്ട് ലൈനുകളും ഉണ്ടെങ്കിൽ നമുക്ക് പാരാബോള കൺസ്ട്രക്റ്റ് ചെയ്യാം. നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് പാരാബോള. ഈ പോയിൻ്റ് ഫോക്കസായും അതുപോലെ ഈ ലൈൻ നമ്മൾ ഡയറക്ട്രിക്സ് ആയി എടുക്കുമ്പോൾ കിട്ടുന്ന പാരാബോളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. y² ഈക്വൽ ടു 8x എന്ന് പറഞ്ഞ പാരാബോളയായിരിക്കും ഇത് കിട്ടുന്നത്. ഇങ്ങനെ പാരാബോള ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ടിൽ പാരാബോള എന്നടിച്ച് പോയിൻറ്റും ലൈനും കൊടുത്തുകൊണ്ട്, പോയിൻ്റ് ഇവിടെ നമുക്കറിയാം, പോയിൻ്റ് വന്നിരിക്കുന്നത് 20 എന്നാണ്. പോയിൻ്റ് 20 അതുപോലെ തന്നെ ലൈന് x +2, x ഈക്വൽ -2 ആണ്. അതിങ്ങോട്ട് വരുമ്പോൾ x +2 = 0 എന്ന് വരും. അപ്പം x +2 = 0. ഈ രണ്ട് ഓക്കെ, ഇത് രണ്ട് സെയിം അല്ലേ നോക്കിക്ക്. അപ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് പാരാബോള ഫോം ചെയ്യാം. ഒന്ന്, ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഫോം ചെയ്തത്. അത് രണ്ടാമത് നമുക്ക് ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എ എന്ന പോയിൻറ്റും എഫ് എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് ആണ്. എയും എഫും കിട്ടിക്കഴിഞ്ഞാൽ ഈ എയും ഞാൻ ആദ്യം വരച്ച പോയിൻ്റാണ് എ, അതുപോലെ തന്നെ ആദ്യം വരച്ചതാണ് എഫ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇൻപുട്ടിൽ പാരാബോള എന്നടിച്ചിട്ട് പാരാബോള എന്നടിച്ചിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അവിടെ വന്നിരിക്കുന്ന ക്യാപിറ്റൽ എ, കോമ, എഫ്, സ്മോൾ എഫ്, ഇങ്ങനെ അടിച്ച് നോക്കാം. സെയിം അല്ലേ നോക്കിക്ക്. അങ്ങനെ 3 രൂപത്തിൽ നമുക്ക് പാരാബോള കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒന്ന് ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട്, മറ്റൊന്ന് ഇൻപുട്ട് ബാർ യൂസ് ചെയ്തുകൊണ്ട്. ഇൻപുട്ട് ബാറിൽ നമുക്ക് ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടത്, പാരാബോള എന്നടിക്കുമ്പോൾ ഫോക്കസ് എന്താണെന്ന് ചോദിക്കും, അതുപോലെ തന്നെ ഡയറക്ട്രിക്സ് എന്താണെന്ന് ചോദിക്കും, അത് പുട്ട് ചെയ്തുകൊണ്ട്. അതല്ലെങ്കിൽ ഫോക്കസ് നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ക്യാപിറ്റൽ എ എന്നാണ്, ഡയറക്ട്സിൻ്റെ ലൈൻ കാണിക്കുന്നത് എഫ് എന്നാണ്. അപ്പോൾ പാരാബോള എന്ന് അടിച്ച് ബ്രാക്കറ്റിൽ, ഓപ്പൺ ബ്രാക്കറ്റിൽ എഫ് എന്ന് അടിച്ചാൽ നമുക്കിത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പാരാബോള കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന വർക്ക് ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ്, നമുക്കത് 4 ടൈപ്സ് പാരാബോളയുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാബോളയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു പോയിൻറ്റും ഒരു ലൈനും പ്ലോട്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാബോള പഠിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ലൈഡ് ഫോം ചെയ്യാം. ആദ്യം ഞാനൊരു സ്ലൈഡ് ഫോം ചെയ്തു. എ എന്ന നമ്പർ സ്ലൈഡ് ഫോം ചെയ്തു. എ -5 ചെറിയ വാല്യൂ മതി. അതിൻ്റെ ഇൻക്രിമെൻ്റ് 0.1 എടുത്തു. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ പാരാബോള ഫോം ചെയ്യുന്നു. y² ഈക്വൽ ടു വെയിറ്റ്. ഫസ്റ്റ് ടൈപ്പ് പാരാബോള അത് y² ഈക്വൽ ടു 4x. ഈ പാരാബോള ഫോം ചെയ്യും.
ഈ പാരാബോളയും ചോദ്യങ്ങളോട് ശ്രദ്ധിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ ലൈൻ എന്ന് പറയുന്നുണ്ട്, പ്ലോട്ട് എ പോയിന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ 4x ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എ പോയിന്റ് കിട്ടണം. എ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓർഡേർഡ് പെയർ A0 എന്ന് കൊടുത്തു. അപ്പോൾ എ പോയിന്റ് കിട്ടി, അത് A0 ആണ്. ഇനി നമുക്കിവിടെ ലൈൻ കിട്ടണം. ലൈൻ കിട്ടാൻ വേണ്ടി ഡയറക്ട്രിക്സ് ആണ് x ഈക്വൽ ടു മൈനസ് ഇത് കിട്ടിയത്. അപ്പോൾ ഈ ലൈൻ കിട്ടിയിട്ടുണ്ട്, ലൈൻ എഫ് കിട്ടിയിട്ടുണ്ട്, ഡയറക്ട്രിക്സ് കിട്ടിയിട്ടുണ്ട്, എ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ വരുന്ന മാറ്റമാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണമെങ്കിൽ എയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയാൽ ഭംഗിയായി. ഇൻപുട്ട് ബോക്സ് ഫോം ചെയ്തു, എ ആണ് മാറുന്നത്, അതിന് വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ A1 ആയപ്പോൾ A0 ആകുമ്പോൾ സംഭവിക്കും നോക്കാം. A = 0. അത് പാരാബോള ഇല്ല, അത് കോയിൻസൈഡ് ചെയ്തു, ഡയറക്ട്രിക്സും കോയിൻസൈഡ് ചെയ്തു. അവിടെ പാരാബോള ഫോം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. പാരാബോള ഫോം ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ലോക്കസ് ഓഫ് പോയിന്റ് ഫ്രം the distance between the parabola and the focus and parabola and the directrix are same ആയിരുന്നു. ഇവിടെ വരുമ്പോൾ അത് 0 ആയിപ്പോയി, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് നമ്മൾ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ നെഗറ്റീവിലേക്ക് ആവുന്നത്. നെഗറ്റീവ് വരുമ്പോൾ നോക്കാം നെഗറ്റീവ് എയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പാരാബോളയുടെ വിരിവ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. എയുടെ വാല്യൂ നോക്കൂ 0-ൽ നിന്ന് മൈനസായി വരുമ്പോൾ അത് സെക്കൻഡ് കൈൻഡ് പാരാബോള എന്ന് നമുക്ക് വിളിക്കാം. ഫസ്റ്റ് കൈൻഡ് പാരാബോള y² = 4x ആണെങ്കിൽ സെക്കൻഡ് കൈൻഡ് പാരാബോള y² = -4x ആണ്. ഇതിൻ്റെ ഇക്വേഷൻ y² = -4x എന്നാണ്. എയുടെ വാല്യൂ അവിടെ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പാരാബോളയുടെ വിരിവ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം എയുടെ വാല്യൂ ഇപ്പോൾ കുറഞ്ഞു വന്നു. ഫസ്റ്റ് കൈൻഡ് 0 ആവുന്നതോടുകൂടി അത് പാരാബോള ഇല്ലാതാവുന്നു. അതിനുശേഷം ഇത് ഇപ്പുറത്ത് പാരാബോള വരും, റൈറ്റ് സൈഡ്. ഇതാണ് ഫസ്റ്റ് കൈൻഡ് പാരാബോള y² = 4x. അവിടെയും നമുക്ക് എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരാബോളയുടെ വിരിവ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. പാരാബോളയുടെ വിരിവ് കൂടി, ഇത് ഫസ്റ്റ് കൈൻഡ് പാരാബോളയാണ്. എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിരിവ് കൂടിക്കൂടി വരുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ വരും. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം y² = 4x ആണ്. അതുപോലെ തന്നെ ഈ പാരാബോള സെക്കൻഡ് കൈൻഡ് പാരാബോള എന്ന് വിളിക്കാം. ഇതിൻ്റെ ഇക്വേഷൻ y² = -4x ആണ്. ഫോക്കസ് നമുക്കറിയാം -A0 ആണ്. -A ഇവിടെ കാണുന്നുണ്ട് വാല്യൂസ്, -A0 ആണ് വാല്യൂസ്. വേണമെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഫോക്കസ് കാണിക്കാൻ വേണ്ടി ഇനി പ്രോപ്പർട്ടീസ് കൊടുത്താൽ മതി. പ്രോപ്പർട്ടീസിൽ കൊടുത്തിട്ട് ഷോ നെയിം ദിസ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ വാല്യൂസ് കാണിച്ചോളും. അപ്പോൾ ഫോക്കസ് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, this is second kind parabola y² = -4x. ഇത് ഫസ്റ്റ് കൈൻഡ് പാരാബോള. ഫസ്റ്റ് കൈൻഡ് പാരാബോള ഫോക്കസ്. ഡയറക്ട്രിക്സിൻ്റെ വേണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഫോം ചെയ്യാം. അത് ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് വേണമെങ്കിൽ x = കാണിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഷോ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡ് പാരാബോള. നമുക്ക് തേർഡ് കൈൻഡ് പാരാബോള കിട്ടാൻ വേണ്ടി ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് y² = 4x ഹൈഡ് ചെയ്യുന്നു, എ ഞാൻ ഹൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡയറക്ട്രിക്സും ഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് കൈൻഡ് പാരാബോള കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ തേർഡ് കൈൻഡ് ആൻഡ് ഫോർത്ത് കൈൻഡ് പാരാബോള കിട്ടാൻ വേണ്ടി ഇവിടെ x² = 4ay എന്ന വാല്യൂ കൊടുക്കുകയും നമുക്കിവിടെ പോയിന്റ് വേണം. പോയിന്റ് കിട്ടാൻ വേണ്ടി ഓർഡേർഡ് പെയർ 0a എന്ന പോയിന്റ് പുട്ട് ചെയ്യുന്നു. 0,a എന്ന വാല്യൂ പുട്ട് ചെയ്തു. അന്നേരം ബി എന്ന പോയിൻ്റായി. ബിയുടെ വേണമെങ്കിൽ ഷോ ചെയ്യാം, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് അത് കൊടുത്തു. നമുക്ക് ഡയറക്ട്രിക്സ് വേണം. ഡയറക്ട്രിക്സ് എന്തായിരിക്കും? y = -a എന്നാണ്. നേരത്തെ x = -a ആയിരുന്നു, അതിപ്പോൾ മാറിയിട്ട് x = y = -a. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. ഇവിടെയുണ്ട്. നമുക്ക് ഒരുപാട് ചെയ്യാം. സ്ലൈഡർ ഫോം ചെയ്യാം.
എ മാറുന്നതിനനുസരിച്ച് നോക്കിക്കോളും. എ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വിരിവ് ഓക്കെ എ താഴേക്ക് വരുന്നത്. ഇത് ഫോർത്ത് കൈൻഡ് പാരാബോളയാണ്. ഇതിൻ്റെ ഇക്വേഷൻ x² = -4ay ആണ്. അതുപോലെ തന്നെ എ വാല്യൂ മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവായി വരുമ്പോൾ എ കൂടുന്നതിനനുസരിച്ച് അത് x² = 4ay തേർഡ് കൈൻഡ് പാരാബോളയാണ്. x² = 4ay ആണ്. അതുപോലെ ഇത് x² = -4ay ആണ്. ഇവിടെ വിരിവ് കണ്ടോ, നെഗറ്റീവ് കൂടുന്ന നെഗറ്റീവ് വാല്യൂവിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിരിവ് കൂടി വരും, കുറയുന്നതനുസരിച്ച് ഓക്കെ ഇത് പിന്നെ പോസിറ്റീവ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് വിരിവ് കൂടി വരും. ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാബോളയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മളോട് പറയുന്നത് y² = 8x, x² = 4y, x² = -4y, y² = -10x. ഈ പാരാബോളയുടെയൊക്കെ ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. അപ്പം ഓക്കെ, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ദി ഫോളോയിങ് പാരാബോളാസ് യൂസിങ് ദ പാരാബോള ടൂൾ ആൻഡ് ഡ്രോൺ ദം എന്നാണ്. പാരാബോള ടൂൾ യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു സ്ലൈഡർ ഫോം ചെയ്യാം. എ എന്ന സ്ലൈഡർ ഫോം ചെയ്തു. a-5 ഓക്കെ. ഇൻക്രിമെൻറ്റ് .1 കൊടുക്കാം. .1 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു പാരാബോള റിക്വേർഡ് പാരാബോള ഫോം ചെയ്ത് നോക്കാം. ഒരു പാരാബോള ഫോം ചെയ്യാം. അതിനൊരു പോയിൻ്റ് വേണം. പോയിൻ്റ് ഞാൻ A0 തന്നെ എടുക്കാം. പോയിൻ്റ് A0 0 ആൻഡ് ഇക്വേഷൻ x = -a ഓക്കെ. ഇനി പാരാബോള ഓക്കെ, ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ്, വി ഹാവ് ദ പാരാബോള ദിസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഇതിൽ കൂടെ പോകുന്ന ഈ ഫോക്കസിൽ കൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എന്ത് ലാറ്റിസ് റെക്റ്റം. ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ദി ഫോളോയിങ് പാരാബോള. ഓക്കെ, ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് പാരാബോള. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. y² സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പാരാബോള y² = 4x ആണ്. y² = 4x എന്ന് പറയുമ്പോൾ ഇതിൽ a = 2 ആണ്. അപ്പോൾ ഇവിടെ a = 2 എന്ന് പുട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ബോക്സിൻ്റെ കുറച്ച് എളുപ്പമായി a = പുട്ട് ചെയ്തു. ഓക്കെ, a = 2 എന്ന് പുട്ട് ചെയ്താൽ ആ റിക്വേർഡ് പാരാബോളയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കി, ഫോക്കസ് എന്താണ് 2 0. ഓക്കെ, ഡയറക്ട്രിക്സ് എന്താണ് x = -2. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞ x² = 4. ആ y² വേറെ ഒന്നും കൂടെ ഉണ്ട്. y² = -10x ഉണ്ട്. -10x എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്ത് വരുന്ന 10/4 എന്ന് വരും. 10/4 എന്ന് പറയുമ്പം 10/4 അല്ലേ, നേരെ 5/2 എന്ന് വരും. നേരെ 5/2. നേരെ നമുക്കിവിടെ വാല്യൂ കൊടുത്ത് നോക്കാം. എയുടെ വാല്യൂ 5/2. ഇതാണ് റിക്വേർഡ് പാരാബോള. ഓക്കെ, നേരെ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. y² അല്ലെങ്കിൽ y² = 10x. കറക്റ്റ്, y² = 10x ആണ് നമുക്ക് വേണ്ടത്. -10x ആണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ മൈനസ് ആണ് കൊടുക്കേണ്ടത്. മൈനസ് കൂടെ കൊടുത്താൽ ഓക്കെ. മൈനസ് പുട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് ഇക്വേഷൻ. നമുക്ക് മൈനസ് കൊടുത്തപ്പോൾ ഇക്വേഷൻ നോക്കി, y² = 10x. അതുപോലെ ഫോക്കസ് -2.50. ഇത് ഒന്നാമത്തത് ഫസ്റ്റ് കൈൻഡ് ആയിരുന്നു. ഇത് ഇതാണ്
സെക്കൻഡ് കൈൻഡ് പരാബോളയാണ്. ഇനി അടുത്ത് നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ 4ay വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇതൊന്ന് ഹൈഡ് ചെയ്താൽ ഇതും ഞാൻ ഹൈഡ് ചെയ്യുന്നു. എനിക്ക് വേണ്ട എക്സ് സ്ക്വയർ ഈക്വൽ ടു പിന്നെ 4y ആകുമ്പോൾ ഞാൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പുട്ട് ചെയ്തതിന് ശേഷം ഇതാണ് പാരാബോള. ആ പാരാബോളയിൽ എനിക്ക് വേണ്ടത് പോയിൻ്റാണ് വേണ്ടത്. പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഓർഡേർഡ് പെയർ 0 എന്ന് കൊടുക്കാം. ഓർഡേർഡ് പെയർ 0, ബിയും കിട്ടി. ഇനി എനിക്ക് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സാണ് വേണ്ടത്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y ഈക്വൽ ടു മൈനസ് ബി മൈനസ് y ഈക്വൽ ടു മൈനസ് സി അതും കിട്ടി. ഇപ്പോൾ ഇത് റിക്വേർഡ് പാരാബോളായി. ഈ പാരാബോളയിൽ നെഗറ്റീവാണ്. എ നെഗറ്റീവ് ആകുമ്പോൾ ഫോർത്ത് കൈൻഡ് പാരാബോളയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നാണ്. തേർഡ് കൈൻഡ് പാരാബോളയാണ്. അപ്പോൾ അതിൻ്റെ എയുടെ വാല്യൂ വരേണ്ടത് കുട്ടി എ ഈക്വൽ ടു 1 ആണ്. 4ax എന്ന് പറയുമ്പോൾ 1 ആണ്. ഇവിടെ 4y ആണ്. കമ്പയർ ചെയ്യുമ്പോൾ 1 ആണ്. ഓക്കെ, ഇതാണ് റിക്വേർഡ് പാരാബോള. അതുപോലെ തന്നെ അടുത്ത പാരാബോള ഫൈൻഡ് ദ ഫോക്കസ് ആണ്. ഫോക്കസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഫോക്കസ് 0, 1. ഫോക്കസ് എന്താണ് 0, 1. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് എന്താണ് y ഈക്വൽ ടു -1. y ഈക്വൽ ടു -1. അടുത്ത് നോക്കാം. ഇതിൻ്റെ ബി എയുടെ വാല്യൂ നമ്മൾ മാറ്റുന്നത്. ഇവിടുത്തെ ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ -4ay എന്നാണ്. അപ്പോൾ -1 കൊടുത്താൽ മതി. എക്സ് ഈക്വൽ ടു -1 കിട്ടിയപ്പോൾ ഇതാണ് പാരാബോള. ഫോക്കസ് എന്താണെന്ന് നോക്കിക്കേ. ഫോക്കസ് 0, -1. പിന്നെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y ഈക്വൽ ടു 1. ഇങ്ങനെ നമുക്ക് ലാബ് വർക്ക് 10.2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവിടെ 4 കൈൻഡ് പാരാബോളയാണെന്ന കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് കൈൻഡ് പാരാബോള എന്ന് പറയുമ്പോൾ y സ്ക്വയർ ഈക്വൽ 4ax ആണ്, എ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് കൈൻഡ് പാരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax എ നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു -4ax എ പോസിറ്റീവ് ആവുകയും ചെയ്യുക. അതുപോലെ തന്നെ തേർഡ് കൈൻഡ് പാരാബോള എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എ പോസിറ്റീവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഫോർത്ത് കൈൻഡ് പാരാബോള എന്ന് വിളിക്കുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ -4ay എ പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ 4ay എ നെഗറ്റീവ് ആവുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വിരിവ് കൂടുന്നു, എയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് വിരിവ് കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് 10.2 നിന്നും പാരാബോളയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ലെറ്റ് us stop.